പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ ജൂൺ മാസം 26 ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചത് എത്ര ശ്രേഷ്ഠമായിട്ട്, എത്ര അതിശയമായിട്ട്, ഹല്ലേലൂയ, എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നടത്തിയത്. ആ വലിയ ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഏകനായി മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ നമ്മുടെ കർത്താവാകിയാൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഒന്നോർത്ത് നോക്കിയേ, കഴിഞ്ഞ പകൽക്കാലം, കഴിഞ്ഞ രാത്രികാലം അമേനൊക്കെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ വരാമായിരുന്നു, പ്രയാസങ്ങൾ വരാമായിരുന്നു, ഉറക്കം തടസ്സങ്ങൾ വരാമായിരുന്നു, ഇതെല്ലാം കാത്തു പരിപാലിച്ചു. പകൽക്കാലം നടത്തിയ കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം ഉറക്കിയ കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. താങ്ക് യു ലോർഡ്. കൈപിടിച്ച് നടത്തുന്ന കർത്താവ്, സ്വസ്ഥതയോടെ നടത്തുന്ന കർത്താവ്, ഹല്ലേലൂയ, ആരോഗ്യത്തോടെ നടത്തുന്ന കർത്താവ്, സമാധാനത്തോടെ നടത്തുന്ന കർത്താവ്, മുൻപിലും പിൻപിലും തൻ്റെ സൈന്യത്തെ നിർത്തി നമ്മളെ കാവൽ ചെയ്യുന്ന കർത്താവ്, ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. 5-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറഞ്ഞു, യഹോവേ, രാവിലെ അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ അങ്ങേയ്ക്കായി ഒരുക്കി കാത്തിരിക്കുക. അതെ, ഈ അധികാരത്തിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുക. നമുക്ക് കൈകളെ ഉയർത്തി പറയാം, കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, ഞാൻ രാവിലെ അങ്ങേയ്ക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. 7-ാം വാക്യം പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് ചെന്ന് അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ അങ്ങയിലുള്ള ഭക്തിയോടെ ആരാധിക്കും, അങ്ങയിലുള്ള ഭക്തിയോടെ ആരാധിക്കും. ആമേൻ. 11-ാം വാക്യത്തെ 12-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്ന എല്ലാവരും സന്തോഷിക്കും, നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും, നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. യഹോവേ, അങ്ങ് നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവരെ മറയ്ക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. അങ്ങനെ തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നത് പ്രകാരം ഞങ്ങളുടെ മുഖം ഇന്ന് പകൽക്കാലം പ്രകാശിച്ചിരിക്കിയാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുവാൻ അപ്പം അനുവദിക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ സകല നന്മകൾ കൊണ്ട് നിറച്ച് അങ്ങ് പരിപാലിക്കുന്നതിന് സ്തോത്രം. ലോകവ്യാപകമായി ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവീയ മഹത്വം അവരുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. അവരിലൂടെ അനേകർ കർത്താവിലേക്ക് വരട്ടെ. അവരിലൂടെ അനേകർ അവൻ സമാധാനവും സന്തോഷവും അനുഭവിക്കട്ടെ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും കർത്താവിൻ്റെ മഹിമയെ അവൻ ആ ദേശങ്ങളിലേക്ക് വെളിപ്പെടുത്തുന്നവരായിത്തീരണം. അവർ ആ ദേശത്തിൻ്റെ വെളിച്ചമായി മാറട്ടെ, അവൻ ആശ്വാസമായി മാറട്ടെ. അവരിലൂടെ ദൈവിക ജ്ഞാനവും ദൈവിക പരിജ്ഞാനവും പുറത്തു വരട്ടെ. പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങനെ രാജ്യത്തിലെ ആമേൻ ആമേൻ ഓരോ അത്ഭുതമായി ഉപയോഗിക്കണം, അവരെ അസാധാരണമായിട്ട് ഉപയോഗിക്കണം. കർത്താവിൻ്റെ നാമം തൻ്റെ മക്കളിലൂടെ മഹിമപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ശരീരത്തെ അനുഗ്രഹിക്കുന്നു, ഇവർ ചെയ്യുന്ന പ്രവൃത്തികളെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലംസും കർത്താവായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതുപോലെ അസ്ഥിയുടെ തേയ്മാനത്താൽ ഭാരപ്പെടുന്നവർ ആമേൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതിവേദനയാൽ ഭാരപ്പെടുന്നു നസറേനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാവുക. പൂർണ്ണ ആരോഗ്യത്തോടെ നടക്കുവാൻ കർത്താവ് കൃപ ചെയ്യണം. അതുപോലെ കാലിൻ്റെ ആമേൻ വെള്ളയ്ക്ക് വേദനയാൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, സ്തോത്രം, ഗൗട്ട് മാതിരിയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ നസറേനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്വർഗീയ ഫയർ, പരിശുദ്ധാത്മാവിൻ്റെ തീ ആമേൻ ആ കാലിന്മേൽ വ്യാപരിക്കട്ടെ. പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. കർത്താവ്, അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് വഴി തുറക്കണം. മദ്യപാനത്താൽ അവൻ തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. കർത്താവ്, ഇന്ന് മദ്യപാനത്തെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ സ്റ്റോപ്പ് ചെയ്യുക. അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപിയെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഭർസിക്കുന്നു. കർത്താവ് വിടുവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവ്, ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമായി തീരണം.
യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. മറക്കാതെ പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം, മറ്റുള്ളവരോട് പറയണം. കറക്റ്റ് സമയത്തിന് നിങ്ങളുടെ മൊബൈൽ അലാം സെറ്റ് ചെയ്ത് കറക്റ്റ് സമയത്തിന് നിങ്ങൾ ജോയിൻ ചെയ്യണം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അത്യാവശ്യ പ്രാർത്ഥന റിക്വസ്റ്റുകളും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളും അറിയിക്കുക. നമുക്ക് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്തതിനെക്കുറിച്ച് കേൾക്കുകയൊക്കെ ചെയ്യാം. ശ്രദ്ധിച്ചാട്ടെ, സദൃശവാക്യം 22-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഇന്ന് ഈ ലോകത്തിൽ ഈ കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെതായ വഴികളിലേക്ക്, പിശാചിൻ്റെ കരങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കേണ്ട സമയമാണിത്. അതിനുവേണ്ടി കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ്. കാരണം ഈ സമയം കുറവാണെന്നറിയും തോറും പിശാച് കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കും. അപ്പോൾ ആ സമയത്ത് ദൈവമക്കൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നമുക്ക് ഈ ലോകത്തിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇനി അധികം കാലങ്ങൾ മുൻപോട്ട് പോകത്തില്ല. സഭ എടുക്കപ്പെടാറായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെ കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. അപ്പം ഇന്ന് കർത്താവ് അതിനോടുള്ള ബന്ധത്തിൽ നമ്മളോട് ഓർപ്പിക്കുന്നു. അതായത് നടക്കേണ്ടുന്ന വഴിയിൽ, അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ നടക്കേണ്ടത് കർത്താവിലാണ്. അവിടെയാണ് നമ്മളവരെ ഏറ്റവും അധികം ട്രെയിൻ ചെയ്യേണ്ടത്. നമ്മളവരെ സ്കൂളിൽ ഭയങ്കര ട്രെയിനിങ് കൊടുക്കുന്നു. ഏറ്റവും ബെസ്റ്റ് സ്കൂള്, ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, എഡ്യൂക്കേഷന് വേണ്ടതായ എല്ലാം ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, അവരെ ക്രിസ്തുവിൽ നടത്തുവാൻ നമ്മൾ പലപ്പോഴും മറക്കുകയാണ്. നമ്മൾ അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യങ്ങൾ, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇന്നതാകണം എന്നൊക്കെ പറഞ്ഞ് നമ്മളവരെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ക്രിസ്തുവിൽ നിങ്ങൾ വളരണമെന്നും ക്രിസ്തുവിൽ നിങ്ങൾ വലിയവരായി തീരണമെന്നും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്ന മാതാപിതാക്കൾ വളരെ കുറവാണ് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നത്, ഇത് കേൾക്കുന്ന മാതാവേ, ഇത് കേൾക്കുന്ന പിതാവേ, നിങ്ങളുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അവർക്ക് ഇത്ര ഡിഗ്രി ഉണ്ടായിരുന്നു, നല്ലത്, ഡിഗ്രികൾ നല്ലത്, ഡോക്ടറേറ്റുകൾ നല്ലത്. അതിലുപരിയായി ഇതെല്ലാം ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ അവർ ക്രിസ്തുവിൽ വളർന്നു, അവർ ക്രിസ്തുവിൽ തികഞ്ഞവരായി, അവർ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുന്നു എന്ന് കേൾക്കുന്നതല്ലേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൽ ട്രെയിൻ ചെയ്യുക. ദൈവസഭയ്ക്കകത്തെ അവരെ തൂണുകളാക്കി മാറ്റുക. അവർ കുഞ്ഞു പ്രായം മുതലേ കർത്താവിൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ അവരെ വളർത്തിയെടുക്കുക. സഭയ്ക്കകത്ത് അവരെ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. നമ്മൾ പറയും, അയ്യോ അവിടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല എന്നൊക്കെ നമ്മൾ പറയും. നിങ്ങൾ അതിന് ട്രൈ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ പായിടാൻ നോക്ക്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അഷറായിട്ട് അല്ലെങ്കിൽ വോളണ്ടിയർ ആയിട്ടൊക്കെ നിർത്താൻ നോക്ക്. എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പീര്. അവർ ആലയത്തിൽ വളർന്നു വരട്ടെ, അവർ ആലയത്തിലെ ശബ്ദം കേട്ട് വളരട്ടെ. ഒരു പക്ഷേ അവർക്കൊന്നും അവിടെ മനസ്സിലായില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഈ കേൾക്കുന്ന വചനമുണ്ടല്ലോ, അതവിടെ കിടക്കും. തക്ക സമയത്ത് അത് ഫലം കൊയ്യുവാൻ ഇടവരും. അവരെ വീട്ടിൽ വചനം വായിക്കുവാൻ, ദൈവസന്നിധിയിൽ ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിപ്പാനും നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. അതാണ് നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മളവരെ എൻട്രൻസ് കോച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, നമ്മൾ പുതിയ ടെക്നോളജികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, മേടിച്ചു കൊടുക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മാ അഭിഷേകത്തെക്കുറിച്ച് നിങ്ങൾ വീട്ടിൽ സംസാരിക്കാറുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാപിക്കണമെന്നുള്ള കാര്യം നിങ്ങൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ പ്രാധാന്യം മാതാവേ, പിതാവേ, നിങ്ങൾക്കറിയാമോ? ഈ ആത്മനിറവുള്ള ഒരു കുഞ്ഞ് എവിടെ പോയാലും പിന്മാറിപ്പോവുകയില്ല, വഴിതെറ്റി പോവുകയില്ല. കാരണം ആത്മാവാണല്ലോ അവനെ നയിക്കുന്നത്. ആത്മനിറവുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ കുഞ്ഞിലെ മുതലേ അതിനുവേണ്ടി അവരെ ട്രെയിൻ ചെയ്യുക. അവരോട് ഉപവസിക്കാൻ പറയുക. മക്കളെ, നിങ്ങൾ ഒരു ദിവസം ഉപവസിക്കുക. ആത്മാവിൻ്റെ നിറവ് ലഭിക്കാൻ വേണ്ടി ഒരു ദിവസം നിങ്ങൾ ഉപവസിക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കുക. ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിന് പകരം നമ്മൾ കോമ്പറ്റീഷനിൽ അവർക്ക് ഇത്രയും മാർക്ക് കിട്ടിയില്ലേ, അവർ ഇന്ന കോളേജിൽ പോയില്ലേ, അവർ ഇന്ന യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കണ്ടോ, അവരുടെ മക്കൾ ഇന്നതുപോലെയായി, അങ്ങനെയായി, എന്തുകൊണ്ട് നമ്മുടെ മക്കളാകുന്നില്ല എന്ന കോമ്പറ്റീഷൻ മനോഭാവം വിട്ടിട്ട് എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും
കുഞ്ഞുങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അസാധാരണ ശുശ്രൂഷക്കാരായി മാറിക്കൂടാ? അവരെന്തുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ പ്രസിദ്ധരായിക്കൂടാ? പഠിക്കേണ്ടെന്നല്ല പറഞ്ഞത്, മാർക്ക് വേണ്ടെന്നല്ല പറഞ്ഞത്, യൂണിവേഴ്സിറ്റി പോകണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിൽ ഇവർ വളരണം, ഇവർ കർത്താവിൽ അറിയപ്പെടണം, കർത്താവിൽ നിലനിൽക്കണം. അങ്ങനെ വരുമ്പോൾ നഷ്ടമായി പോവുകയില്ല. ഇന്ന് നമ്മൾ പിന്നീട് ദുഃഖിച്ചിട്ടോ പിന്നീട് ഭാരപ്പെട്ടിട്ടോ കാര്യമുണ്ടോ? ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പൈസ കൊടുക്കുന്നതിനേക്കാൾ അധികമായി, ആമേൻ, മറ്റു കാര്യങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ അധികമായി യേശുവിനെ കൊടുക്കുക, ദൈവവചനം കൊടുക്കുക, വചനം പഠിപ്പിക്കുക, വചനത്തിന് പ്രാധാന്യം കൊടുക്കുക, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ദൈവസഭയിൽ അവരെ കൂടുതലായി പ്രയോജനപ്പെടുത്തുവാൻ നോക്കുക. അങ്ങനെ വരുമ്പോൾ അവർ കൂടുതൽ കർത്താവിൽ പ്രസിദ്ധരായി വളർന്നു വരും, കർത്താവിന് പ്രയോജനമുള്ളവരായി വളർന്നു വരും. ആമേൻ. ദൈവരാജ്യത്തിന് അവരൊരു മുതൽക്കൂട്ടായി മാറും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഇത് നിങ്ങളോട് ഞാൻ താഴ്മയോടെയാണ് പറയുന്നത്. കാരണം ഈ അന്ത്യകാലത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്, പാപത്തിൻ്റെ വഴിയിലേക്ക് പോകരുത്, ടെക്നോളജിയിൽ വീണു പോകരുത്, ഈ ലോകത്തിൻ്റെതായ ഇമ്പങ്ങളിൽ വീണു പോകാൻ പാടില്ല. അവർ കർത്താവിൽ വളർന്നു വരട്ടെ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളും നിങ്ങളുടെ കൈകളെ ഉയർത്തിയാട്ടെ. നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകല്ലേ. ഈ ലോകത്തിൻ്റെ ഫാഷനകത്ത് അവർ വീണു പോകല്ലേ, ഈ ലോകത്തിൻ്റെ ട്രെൻഡിനകത്ത് അവർ വീണു പോകല്ലേ, പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന കെണികളിൽ അവർ വീണു പോകല്ലേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അങ്ങേ അറിഞ്ഞ് അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ചിലർക്കൂടൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് അവരുടെയും കുഞ്ഞുങ്ങളെക്കുറിച്ച് അവർക്കും ഒരു ബോധം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.